അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, രോഗം അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹു രോഗം നൽകും. നല്ല ആളുകളെയും അള്ളാഹു രോഗം കൊടുത്ത് പരീക്ഷിക്കും, ചീത്ത ആളുകളെയും പരീക്ഷിക്കും. രോഗം ഉള്ള ആളുകൾ മോശപ്പെട്ടവരാണെന്ന് ഒരിക്കലും തന്നെ നാം വിചാരിച്ചുകൂടാ. രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകിയാൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പരിഹസിക്കാനോ അദ്ദേഹത്തെ നിസ്സാരപ്പെടുത്താനോ നാം തുനിയാൻ പാടില്ല. നമ്മുടെ എതിർകക്ഷിയാണെങ്കിൽ പോലും, നമ്മുടെ ആശയക്കാരനല്ല എങ്കിൽ പോലും, രോഗത്തിൻ്റെ പേരിലോ മരണത്തിൻ്റെ പേരിലോ ഒരാളെയും നാം നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഒരു മുജാഹിദ് മരണപ്പെട്ടു ഈയിടെ. അപ്പോഴേക്ക് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും മറ്റേലിട്ട്. അങ്ങനെ നമ്മളെ മുൻഗാമികൾ ചെയ്തിട്ടില്ല. നമ്മളെ മുൻഗാമികളെ കാലത്തും ഒരുപാട് മുബ്തദീങ്ങൾ മരിച്ചിട്ടില്ലേ? ആ മരിച്ചപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൂടെ ഇട്ടിട്ടുണ്ടോ നമ്മളെ മുൻഗാമികൾ? ഇല്ല. അപ്പോൾ ഇവിടെ വലിയ സുന്നി, നമ്മളെ മുൻഗാമികളെക്കാൾ വലിയ സുന്നിയായിട്ട് അൽഹംദുലില്ലാ അയാൾ പോയത് നന്നായി. അപ്പോൾ അതിൻ്റെ പേരിൽ ദുനിയാവുള്ള ആലിമീങ്ങളെ പോയവന് ചീത്ത അറിയാൻ തുടങ്ങി. ഇത് പറയാൻ കാരണം, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി അദ്ദേഹത്തിന് രോഗം പിടിപെട്ടപ്പോൾ അദ്ദേഹം അണികളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന വോയിസ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചപ്പോൾ അദ്ദേഹം മുമ്പ് സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദിന് രോഗമായപ്പോൾ പരിഹസിച്ച ആളാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കടന്നാക്ഷേപിക്കുന്ന വോയിസുകളും വീഡിയോകളും ഇറക്കുന്ന സുന്നികളെന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെയുണ്ട്. ഒരിക്കലും തന്നെ അത് ശരിയല്ല. ഇത് പറയുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരി എന്ന മൗലവി ഉസ്താദിനെക്കുറിച്ച് പറഞ്ഞത് ഒരിക്കലും സുന്നികൾക്ക് മറക്കാൻ കഴിയില്ല. ഉസ്താദ് അവർക്ക് രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്ന സമയത്ത് ഒരു മനുഷ്യനെക്കുറിച്ച് പറയാൻ കഴിയാത്ത അത്രയും വളരെ മോശപ്പെട്ട വാക്കുകളാണ് അദ്ദേഹം ഉസ്താദിനെക്കുറിച്ച് പറഞ്ഞത്. ഉസ്താദ് ചികിത്സ തേടിയതിനെക്കുറിച്ചും ഔലിയാക്കളെവിടെ, CM മടവൂരെവിടെ എന്നൊക്കെ ചോദിച്ച് കളിയാക്കിയതും നമ്മൾ കേട്ടതാണ്. ഈ കാന്തപുരം 1.5 മാസം മുജാഹിദുകളുടെ ഹോസ്പിറ്റലിൽ കിടന്നു. മരണത്തിന്റെയും ജീവിതത്തിന്റെ ഇടയ്ക്ക് മരിച്ചു എന്ന് വരെ കാന്തപുരത്തിന്റെ മോൻ വരെ മനസ്സിലാക്കി. എന്തെല്ലാം കാന്തപുരത്തിന്റെ മോൻ പറയാണ്, ലോക രാഷ്ട്രങ്ങളിലെ ഡോക്ടർമാരുമായി ഞങ്ങൾ ടെലികോൺഫറൻസ് നടത്തി. എന്തിന്? ഒരു രക്തസമ്മർദ്ദം ഉണ്ടായി എന്നാ പറഞ്ഞ മോന്. അതൊരു നുണയാ. മരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് ഡോക്ടർമാർ വരെ വിചാരിച്ചിരുന്നു. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു എന്നറിയോ? ജീവൻ തിരിച്ചു കൊടുത്ത്. എന്തിന്? പശ്ചാത്തപിച്ച് മടങ്ങുന്നതല്ല, അല്ലഹും യർജൂൻ. അതിനൊരു ചാൻസ് കിട്ടിയില്ല എന്ന് പറയരുത് എന്നുള്ള ഇസ്ലാമായി മുസ്ലിമായി നല്ലൊരു മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു ചാൻസ് അള്ളാഹു ഈ മനുഷ്യനെ കൊടുത്തു നോക്കി. പക്ഷെ പറ്റക്കിടും. നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളണം. ഞാൻ പറയുന്നത് ചിന്തിക്കണം. 1.5 മാസം ചികിത്സ വേണ്ടെന്നല്ല, എല്ലാ ചികിത്സയും വേണോന്ന് ഇനി പറയുന്ന പോയിന്റ് ഒന്നുകൂടെ ചിന്തിച്ചോ. ഇതേ കാന്തപുരം 1.5 മാസം കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോന്ന് എണീറ്റ് നിൽക്കാൻ ഇപ്പൊ അയാൾക്ക് പറ്റില്ല. നിന്നുകൊണ്ട് പ്രസംഗമല്ല. എനിക്കറിയാം അയാളുടെ ജീവന്റെ തുടിപ്പ് വളരെ കുറവാ. നിങ്ങൾ മനസ്സിലായിക്കൂടെ? എന്തൊക്കെ പുകിലാണ്ടാകെ അറിയോ? ആ നോർഡർ സിറ്റിയിൽ വലിയൊരു കബർ വരും, കാന്തപുരത്തിന്റെ കബർ. ചെറുതൊന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ ലോകത്തിന് ഇത്ര പേര് പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു കബർ വേറെ ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലായിക്കൂടെ? അതിനൊക്കെ അണിയറയിൽ ഷിയാക്കൾ ഇറാനിൽ പണിയെടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ആ ഉസ്താദ് അവറുകൾ രോഗം സുഖപ്പെട്ട് നമ്മുടെ ഇടയിലേക്ക്, പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അല്ലാഹു തആല ഉസ്താദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ തണൽ അല്ലാഹു നമുക്ക് നീട്ടിത്തരുമാറാകട്ടെ.